ശ്രീ ജേക്കബ് തോമസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജേക്കബ് തോമസ്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? 2021 BJP-യിൽ ചേർന്നു, പക്ഷേ ഇനി സജീവ സേവന പ്രവർത്തനം തന്നെയാണോ താങ്കൾ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ സജീവമായ ഒരു ഇടപെടൽ പല ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആവശ്യമുണ്ട് എന്ന് ഒരു ചിന്ത വന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പൂർണ്ണസമയം ഈ സേവന രംഗത്ത് ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശ്രീ ജേക്കബ് തോമസ്, സംഘം അതിൻ്റെ ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുകയാണല്ലോ. ഈ അവസരത്തിൽ താങ്കളെ പോലെയുള്ള മഹത് വ്യക്തികൾ സജീവമാകാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്കളും ഈ ശതാബ്ദി വർഷത്തിൽ സജീവ പ്രവർത്തകനാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തുടങ്ങിയിട്ട് 100 വർഷമായി. അപ്പോൾ 100 വർഷമായി ഒരു സംഘടന, അതും ലോകത്തിലെ ഏറ്റവും വലിയൊരു സന്നദ്ധ സംഘടന, അതിന്റെ ഭാഗമാകുക, അതിൽ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത 1 വർഷം സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ സമ്പർക്കവും കൂടുതൽ 5 കാര്യങ്ങളിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പോൾ അതിൽ സജീവമായിട്ട് പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനവും കൂടെയാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കും ഉന്നതിക്കുമൊക്കെ ആവശ്യവുമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പൂർണ്ണമായിട്ടും ഇനി പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് മാത്രമല്ല, വർഗീയ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത് എന്ന് താങ്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായും ഒരു സേവന പ്രവർത്തനത്തിന് RSSലേക്ക് വരിക തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യവും കൃത്യമായൊരു തീരുമാനവും എന്നും താങ്കൾ തോന്നാനിടയായ ഒരു സാഹചര്യം കൂടി. കാരണം 1997 തന്നെ താങ്കൾ RSSൽ ആകർഷനായി എന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് RSS ആണ് സേവന പ്രവർത്തനങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു മുഖം എന്ന് താങ്കൾ തീരുമാനിച്ചത് എപ്പോഴായിരുന്നു? ഞാൻ 1997 മൈസൂറുള്ള ഒരു RSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കൂളിൽ നിന്നാണ് RSSനെ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത്. RSSന്റെ ആശയങ്ങൾ എന്താണ്, അതിന്റെ ആദർശങ്ങൾ എന്താണ്, അതിന്റെ പ്രവർത്തന രീതികൾ എന്താണ് എന്നൊക്കെ 1997, അതായത് ഒരു 28 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അന്ന് കൊടക് ജില്ലയുടെ BJP-യുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബൊപ്പയുമായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞു നമുക്കിവിടെ കയറാം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കയറി ആകർഷകമായി അങ്ങനെ അങ്ങ് കയറി. അപ്പോൾ ഈ അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു ദിവസം താമസിച്ചു. അങ്ങനെ അന്ന് മുതൽ എനിക്ക് ഈ RSS എന്ന് പറയുന്ന സംഘടനയുടെ, അത് ഇന്ന് 100 വർഷമായി വളർന്ന് വലിയ ഒരു സംഘടനയായി മാറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സംഘടനയെ പരിചയപ്പെടുന്നത് 97 അതിനുശേഷം പിന്നെ കൂടുതൽ ആഴത്തിൽ അതിനെപ്പറ്റി പഠിക്കുകയും അപ്പോൾ അത് എൻ്റെ ഒരു പ്രവർത്തന ശൈലിയുടെയും പ്രവർത്തന ഉദ്ദേശത്തിന്റെയും ഒക്കെ ഒരു കാതൽ, അതിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ RSSന്റെ ആദർശങ്ങളുമായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. അതെ, തീർച്ചയായും. അപ്പോൾ ഒക്ടോബർ 1 ഗണവേഷത്തിൽ തന്റെ പദസഞ്ചലനത്തിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും താങ്കളുടെ തുടക്കം, അല്ലെ? എല്ലാ ആശംസകളും. താങ്ക് യു. വളരെ നന്ദി. മുൻ DGP ജേക്കബ് തോമസ് ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ സജീവമായി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് മുൻ DGP വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒക്ടോബർ 1 കൊച്ചി പള്ളിക്കരയിൽ നടക്കുന്ന പദസഞ്ചലനത്തിൽ ഗണവേഷം ധരിച്ച് പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.